അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ബേസിക് കാൽക്കുലേഷൻ ചെയ്യാൻ പഠിച്ചു. ഇപ്പം നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ സ്റ്റുഡൻസ് അച്ചീവ് ചെയ്തേക്കുന്ന മാർക്കിൻ്റെ സമ്മാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ എങ്ങനെ എടുത്തു അതറിയണമെന്നുണ്ടെങ്കിൽ F2 പ്രസ് ചെയ്താൽ, കീബോർഡിലെ F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോർമുല ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പം സം ഓഫ് B4 to B8, B4 to B8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലേ, B4 to B8. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുലേനെ കോപ്പി എടുക്കാൻ പോവാം. അപ്പോൾ Ctrl+C എടുത്തിട്ട് ഞാനിതാ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാൻ പോവാം. പേസ്റ്റ് ചെയ്തു. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ എനിക്ക് വാല്യൂ കിട്ടി. പക്ഷേ നിങ്ങൾ നോക്കി, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ F2 അടിച്ചപ്പം കാണിക്കുന്നത് C4 to C8 ആയി. അതായത് നമ്മുടെ ഫോർമുല തന്നെ ഇത് ഈ സെല്ലുകളെ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തു, C ആയത്. ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കോപ്പി എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. എന്നിട്ട് F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്തു, DA തന്നെ അങ്ങ് എടുത്തു. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോപ്പി എടുത്തത് CAയും, പക്ഷേ ഇപ്പം വന്നപ്പം D ആയി ഓട്ടോമാറ്റിക്കലി മാറി. അപ്പം ഇതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് റെഫറൻസ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഫോർമുല ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇത് കോപ്പി എടുത്തു കഴിയുമ്പോൾ പറയുകയാണത് ഇതിന് മുകളിലോട്ടുള്ള 5 എണ്ണത്തിനെ സം ചെയ്തോളാൻ പറയുക. അതിവിടെ കൊണ്ടിട്ടപ്പോഴും ഇതിന് മുകളിലോട്ടുള്ള 5 എണ്ണത്തിനെ സം ചെയ്തോളാനാണ് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്. അതിനുകൊണ്ടാണ് അതിനെ റിലേറ്റീവ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ കൊണ്ടിട്ടപ്പോഴും ഇതിന് മുകളിലോട്ടുള്ള 5 എണ്ണം. ഇനി രസകരമായ സംഗതി, ഇതിൻ്റെ പ്രശ്നം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ Ctrl+C എടുത്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. കണ്ടോ? കാരണം എന്നാ, ഇത് തെറ്റാ, റെഫറൻസ് എറർ വന്നു. കാരണം ഇതിന് മുകളിലോട്ട് 5 എണ്ണം പിടിക്കാനില്ല. നമ്മൾ പറയുന്നത് ഇതിൻ്റെ മുകളിലോട്ട് 5 എണ്ണം ഉണ്ടെങ്കിൽ അതിനെ എടുത്തോളാനാണ് പറയുന്നത്. പക്ഷേ ഇല്ലാത്തത് കൊണ്ട് ഇത് എറർ വന്നു. അപ്പം നിങ്ങൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ബേസിക് പാഠം എന്ന് പറയുന്നത്, നമ്മളൊരു ഫോർമുലയെ കോപ്പി ചെയ്തെടുത്തു കഴിഞ്ഞാൽ, ഇതുപോലെ കോപ്പി ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് വർക്കാകും. പക്ഷേ ഓർക്കേണ്ട സംഗതി, നമ്മൾ റെഫർ ചെയ്തേക്കുന്ന ഈ സെല്ലുകൾ ഇതിൻ്റെ മുകളിലോട്ടുള്ള 5 അങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് കൺവേർട്ട് ചെയ്യും. അതൊന്ന് ഓർത്തിരിക്കുക. ഞാനിപ്പോൾ Ctrl+Z അടിച്ച് തിരിച്ചു വന്നു. ഇനി ഈ ഫോർമുലയെ നമുക്ക് റിലേറ്റീവ് റെഫറൻസ് ഉള്ള ഈ ഫോർമുലയെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലും വർക്കൗട്ട് ആവും. ഇതുണ്ടോ, അപ്പോഴും റിലേറ്റീവ് റെഫറൻസ് ആണ് എടുക്കുന്നത്. ഇതുണ്ടോ, C ആണ് എടുത്തേക്കുന്നത്. ഇവിടെ വന്നപ്പം അത് തന്നെ D ആയി മാറി, റിലേറ്റീവ് റെഫറൻസ് ആണ് എടുത്തേക്കുന്നത്. അപ്പം ഇതാണ് റിലേറ്റീവ് റെഫറൻസ്. ഇനി അബ്സല്യൂട്ട് റെഫറൻസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.